നമ്മുടെ തമ്പുരു എനിക്കൊരു വോയിസ് മെസ്സേജ് അയച്ചു. പക്ഷെ തമ്പുരു അയക്കുന്നത് മുഴുവൻ എന്നോട് പറഞ്ഞ അയക്കുന്നത്. എന്തായാലും നമുക്ക് കേൾക്കാം. ഞാൻ തമ്പുരുവിനോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, തമ്പുരു എന്നോട് പറയാതെ എനിക്ക് ഞാൻ എന്താണെന്ന് എനിക്കറിയാം. എന്നെക്കുറിച്ച് തെറ്റിദ്ധാരണ പരത്തുന്നവരോട് വേണം നമ്മൾ ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കേണ്ടത്. അത് തമ്പുരുവിൻ്റെ ചാനലിൽ അത് നന്നായിട്ട് പറ്റും. തമ്പുരു അത് ചെയ്യുകയും ചെയ്യുന്നുണ്ട്, ഞാൻ പറയാതെ തന്നെ. ഞാൻ പോയി കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. അത് കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ, തമ്പുരു എൻ്റെ വീഡിയോയുടെ അടിയിലൊക്കെ വന്നിങ്ങനെ വളരെ മനോഹരമായ വാക്കുകൾ അപ്പോഴാണ് ഞാനതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് അങ്ങോട്ട് കയറുന്നത്. അന്നേരമാണ് വളരെ സുന്ദരമായ കവിതകളും എൻ്റെ വീഡിയോയുടെ ചില കട്ടിങ് ഭാഗങ്ങളൊക്കെ ഞാൻ കേൾക്കുന്നത്. അത് മിടുക്കത്തിയാവും. വളരെ മെയിൻ പോയിന്റുകളാണ് അവിടെ ആഡ് ചെയ്യുന്നത്. ആ കുട്ടി വളരെ മിടുക്കത്തിയാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയുന്നു, തമ്പുരുവിനോട് ആരെങ്കിലും എന്നെപ്പറ്റി പറയുകയാണെങ്കിൽ, തമ്പുരുവിന് ആ എഴുതുന്ന വാക്കുകൾ ഇതുപോലെ പറച്ചിലായിട്ട് ആ വീഡിയോയിൽ ഇടാൻ പറ്റും. അത് നന്നായിട്ട് മൂവ് ആവും. കാരണം എന്തെന്ന് വെച്ചാൽ എഴുത്തൊക്കെയാണ്, പക്ഷെ പറച്ചിലെന്ന് വെച്ചാൽ ആ കുട്ടിയുടെ സ്വരം മനോഹരമാണ്. ഇത്രയും സൗന്ദര്യമുള്ളൊരു സ്വരം, വളരെ സുന്ദരമായ സ്വരമാണ് തമ്പുരുവിൻ്റെ. അപ്പോൾ ആ സ്വരവും കേട്ട് ആ വാക്കുകളും കേൾക്കുമ്പോൾ കുറച്ചും കൂടെ നല്ല സ്വരമാണ്. നമുക്കപ്പോഴേ തമ്പുരുവിൻ്റെ സ്വരം ഒന്ന് കേൾക്കാം. സുന്ദരമായ സ്വരമാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, ഞാൻ വളരെ മികച്ചതാണെന്ന് എന്നോട് പറയുന്നതിനേക്കാൾ നല്ലത് എന്നെ മോശപ്പെട്ടതെന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് കൊടുക്കുന്ന ഒരു ഉത്തരമായിട്ട് ആ ചാനലിട്ടാൽ നന്നായിരിക്കും. ഇത് ഞാനങ്ങ് പറയുന്നു എന്നും ഉള്ളൂ. തമ്പുരുവിന് ഇഷ്ടമുള്ളത് തമ്പുരുവിന് ചെയ്യാം. ഞാൻ പറയുന്നത് പോലെ കേൾക്കണ്ട. മോൾക്ക് ഇഷ്ടം എന്താന്ന് വെച്ചാൽ അത് മോള് ചെയ്യുക. ഞാനിതിപ്പോൾ അങ്ങനെ അങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ. എല്ലാം മനുഷ്യർ സംസാരിക്കുമല്ലോ. അപ്പോൾ അവരുടേതായിട്ടുള്ളൊരു കുഞ്ഞ് അഭിപ്രായങ്ങൾ പറയുമല്ലോ. അഭിപ്രായമല്ല, ഒന്ന് സംസാരിക്കുമല്ലോ. ആ കുഞ്ഞ് സംസാരിച്ചതാണ് എന്ന് മാത്രം കരുതിയാൽ മതി. അല്ലാതെ ഞാൻ പറയുന്ന പോലെ കേൾക്കുക എന്ന് പറയുന്നില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ തമ്പുരു സ്വന്തം ചാനലിൽ ആഡ് ചെയ്ത് ഇടേണ്ടതാണ്. എന്നോട് വന്ന് പറയുന്ന ഈ വാക്കുകളൊക്കെ സ്വന്തം ചാനലിൽ അല്ലെങ്കിൽ ആഡ് ചെയ്ത് ഇടേണ്ടതാണ്. അപ്പോൾ നന്നായിരിക്കും. നല്ല സ്വരമാണ്. നമുക്കൊന്ന് കേട്ടു നോക്കാം. ഇന്ന് തമ്പുരുവിൻ്റെ സ്വരവും കേൾക്കാം. അതുപോലെ തന്നെ മറ്റൊരു കവിയത്രിയുണ്ട്. തമ്പുരു നല്ലൊരു പാട്ടുകാരിയും കവിയത്രിയാണ്. അതുപോലെ തന്നെയാണ് മറ്റൊരാളുടെ ശബ്ദശകലങ്ങളൊന്ന് കേൾക്കാം. ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു നാഗൻ. ഇപ്പം മെയിനായിട്ട് നമ്മൾ നാഗയാണ് കാണുന്നത്. ഫസ്റ്റ് നാഗയാണ് കാണുന്നത്. നാഗയെ കണ്ടതിന് ശേഷമാണ് മറ്റൊരു വ്യക്തികളെ പറയുമ്പോൾ മാത്രമാണ് നമ്മൾ മറ്റൊരാളെയും അറിയുന്നത്. അപ്പം മെയിനായിട്ട് നമ്മൾ നാഗയെ തന്നെയല്ലേ നോക്കേണ്ടത് എന്ന് ചിന്തിച്ചിട്ട് ഉണ്ട് പലപ്പോഴും. പിന്നെ ചതിച്ചു പറ്റിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്, ഒരാൾ എത്ര കാലം ഒരാളെ പറ്റിക്കാൻ പറ്റും? പറ്റിച്ചത് കൊണ്ട് എന്ത് നേടാൻ പറ്റും? അവിടെ നിലനിൽക്കില്ല ആരും. അവിടെ ഭയം എന്നതാണ് ഉണ്ടാകുന്നത്.
മാത്രം രക്ഷപ്പെടണമെന്നുള്ള പറ്റിക്കുന്നിടത്തും ഭയപ്പെടുക്കുന്നിടത്തൊന്നും നമുക്കൊരിക്കലും നിലനിൽക്കാൻ പറ്റില്ല. അവിടെ നിന്ന് പോവുക തന്നെയാണ് ചെയ്യുക എന്ന് എനിക്ക് തോന്നിയത് ഞാനൊന്ന് പറഞ്ഞേ ഉള്ളൂ കേട്ടോ. അത് നാഗിയുടെ മനസ്സിൽ എന്താണ് ആക്കുന്നത് എനിക്കറിയില്ല, എന്നാലും ഞാൻ പറഞ്ഞതാണ്. കണ്ടോ, നല്ല സ്വരമല്ലേ? നല്ല രസമല്ലേ കേൾക്കാൻ? നല്ല കവിതകളൊക്കെ പാടും. അപ്പോൾ ഇത് ആ കുട്ടിയുടെ ആ ചാനലിൽ ഇട്ടിരുന്നത് വളരെ സുന്ദരമായിരുന്നു. കാണാനും നല്ല ഭംഗിയുണ്ട്, നല്ല സ്വരവുമാണ്, നല്ല കഴിവുണ്ട്, മിടുക്കത്തിയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം എങ്ങാണ്ട് പറഞ്ഞു, മോളെ ഇത്രയും വർഷമൊക്കെ ആയില്ലേ, കാലം ഒരുപാട് മാറി, ഇങ്ങനെയൊക്കെ ഇരുന്നൊക്കെ ഒന്ന് ലൈവല്ലല്ലോ, ഒരു ലൈവായിട്ടോ വീഡിയോ പോലെയോ എടുത്തുകൂടെ എന്ന് ചോദിച്ചു. അന്ന് എനിക്ക് ഉത്തരം തന്നില്ല, 2 ദിവസം കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഉത്തരം തന്നു. എന്തുവാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. നമ്മുടെ ഈ കാലം മാറി. ഇപ്പോൾ കൊച്ചു കുട്ടികൾ വരെയാണ്, എല്ലാവരുടെ ഉള്ളിൽ നിന്നും ഭയം മാറി. ക്യാമറയോടുള്ള ഭയം, സമൂഹം അങ്ങനെ പറയും ഇങ്ങനെ പറയും എന്നുള്ള ഭയം ഒക്കെയും മാറി. ഞാൻ മാറ്റി. കേരളത്തിലുള്ള എല്ലാ ആളുകളുടെയും മൈൻഡിനെ, ആണിൻ്റെയും പെണ്ണിൻ്റെയും എല്ലാം മൈൻഡിനെ മാറ്റിയെടുത്തു ഞാൻ. അത് ഒത്തിരി പേര് വന്ന് പറയും, നിങ്ങൾ എല്ലാവരുടെ മനസ്സിനെ മാറ്റിയെടുക്കുന്നു. അപ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഈ സുന്ദരമായ സ്വരം, ഈ നല്ല മുഖം, യൗവനം, അതൊക്കെ കുറച്ച് നാളത്തേനെ കാണുള്ളൂ. അതൊക്കെ മാക്സിമം നമ്മൾ ഉപയോഗപ്പെടുത്തണം. അല്ലെങ്കിൽ എപ്പോഴാണ് തീരാൻ നഷ്ടം? നമ്മൾ ചിലപ്പം മരണത്തിന് തൊട്ട് മുമ്പേ, മരണം എപ്പോഴും ഉണ്ടാവും, മരണത്തിന് തൊട്ട് മുമ്പേ ആയിരിക്കും നമ്മൾ അതൊക്കെ ഓർമ്മിക്കുന്നത്. എൻ്റെ നല്ല ചില നിമിഷങ്ങൾ, എൻ്റെ ശബ്ദം, എൻ്റെ സ്വരമൊക്കെ ഞാൻ നന്നായിട്ട് ഉപയോഗിച്ചില്ലല്ലോ എന്ന ആ ഒരു ബോധം നമ്മളെ വല്ലാതെ വന്ന് അലട്ടും. ആ നിരാശാബോധം നമ്മളെ വന്ന് അലട്ടുമ്പോൾ നമ്മൾ ആർക്കൊക്കെ വേണ്ടി നമ്മുടെ ജീവിതം മാറ്റിവെച്ചു, നമ്മുടെ ജീവിതം, നമ്മുടെ ഇഷ്ടങ്ങൾ മാറ്റിവെച്ചു, അങ്ങനെയൊക്കെയുള്ള ബോധം നമ്മളെ തന്നെ വന്ന് അലട്ടുമ്പോൾ നമുക്ക് എല്ലാത്തിനോടും വെറുപ്പ് തോന്നും, ഈർഷ്യ തോന്നും, അത് നമുക്ക് രോഗം വന്ന് ഭവിക്കും. അപ്പോൾ നമ്മൾ തന്നെ നമ്മൾക്ക് മരുന്നായി മാറണം. ആ മരുന്ന് നമ്മളിൽ തന്നെയുണ്ട്. നമ്മുടെ സ്വരം യൂസ് ചെയ്യുക, നമ്മുടെ സൗന്ദര്യം നമ്മൾ ആസ്വദിക്കുക, എഴുതുക, പറയുക, വരയ്ക്കുക, പ്രഭാഷണം ചെയ്യുക, സംസാരിക്കുക, വേണ്ടുന്ന രീതിയിൽ. കാലം മാറി, കാലഘട്ടം മാറി, കാലഘട്ടത്തിനനുസരിച്ച് ജീവിക്കുക എന്നൊക്കെ ഞാൻ തമ്പുരുവിനോട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിലും എന്തൊക്കെയും ഞാൻ എഴുതി വെച്ചു വാട്സപ്പിൽ. അതുപോലെ തന്നെ ഞാൻ ഇവിടെ അങ്ങ് തുറന്ന് പറയാം. ചിലപ്പോൾ ആ കുട്ടിക്ക് തോന്നിയാൽ ആ കുട്ടിയെ ഞാൻ എന്തെങ്കിലും പ്രേരിപ്പിക്കുവാണെന്ന്. അങ്ങനെ തോന്നുമില്ല, തമ്പുരുവിന് അങ്ങനെ തോന്നുമൊന്നുമില്ല. എനിക്കങ്ങനെ ആളുകൾ എന്നെ അങ്ങനെ പറയുന്നത് ഇഷ്ടമല്ല, പ്രേരിപ്പിച്ചു എന്ന വാക്ക്. നമ്മൾ മനുഷ്യർ ഇവിടെ ജീവിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സംസാരം ഉണ്ടല്ലോ, ആ സംസാരമാണ് നമ്മളിവിടെ ചെയ്യുന്നത്. എല്ലാവരും അത് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ കേൾക്കണ്ട, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളതുപോലെ ചെയ്താൽ മതി. നിങ്ങളെല്ലാവരും നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരിക്കൽ പോലും മറ്റുള്ളവരുടെ വാക്കല്ല കേൾക്കുന്നത്, നിങ്ങളുടെ സ്വന്തം ഇഷ്ടങ്ങളാണ് നിങ്ങൾ നടത്തുന്നത്. എൻ്റെ വാക്കാരെങ്കിലും കേൾക്കുമോ? ഇല്ല. ഒരിക്കൽ കൂടി തമ്പുരിൻ്റെ വാക്കുകൾ കേൾക്കാം. ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു നാഗ. ഇപ്പം മെയിനായിട്ട് നമ്മൾ നാഗയാണ് കാണുന്നത്. ഫസ്റ്റ് നാഗയാണ് കാണുന്നത്. നാഗയെ കണ്ടതിന് ശേഷമാണ് മറ്റൊരു വ്യക്തികളെ പറയുമ്പോൾ മാത്രമാണ് നമ്മൾ മറ്റൊരാളെയും അറിയുന്നത്. അപ്പം മെയിനായിട്ട് നമ്മൾ നാഗയെ തന്നെയല്ലേ നോക്കേണ്ടത് എന്ന് ചിന്തിച്ചിട്ടുണ്ട് പലപ്പോഴും. പിന്നെ ചതിച്ചു പറ്റിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്, ഒരാൾ എത്ര കാലം ഒരാളെ പറ്റിക്കാൻ പറ്റും?
പറ്റിച്ചത് കൊണ്ട് എന്ത് നേടാൻ പറ്റും? അവിടെ നിലനിൽക്കില്ല ആരും. അവിടെ ഭയം എന്നതാണ് ഉണ്ടാകുന്നത്. അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്നുള്ള, പറ്റിക്കുന്നിടത്ത് ഭയപ്പെടുത്തുന്നിടത്തുനിന്ന് നമുക്കൊരിക്കലും നിലനിൽക്കാൻ പറ്റില്ല. അവിടെ നിന്ന് പോവുക തന്നെയാണ് ചെയ്യുക. എന്ന് എനിക്ക് തോന്നിയത് ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അത് നാഗിയുടെ മനസ്സിൽ എന്താണ് ആക്കുന്നത് എനിക്കറിയില്ല, എന്നാലും ഞാൻ പറഞ്ഞതാണ്. തമ്പുരു പറയുന്നത് എപ്പോഴും നാഗയല്ലേ കാണുന്നത്. നാഗ മറ്റൊരാളെ കുറിച്ച് പറയുമ്പോൾ മാത്രമാണ് ആ ആളിലേക്ക് ചെല്ലുന്നത്. പിന്നെ ആളുകൾ വന്ന് പറ്റിച്ചു ചതിച്ചു എന്നൊക്കെ പറയത്തില്ലേ നാഗ. അപ്പോഴേ എത്ര കാലം ഒരാൾക്ക് മറ്റൊരാളിനെ ചതിക്കാൻ, വഞ്ചിക്കാൻ, പറ്റിക്കാൻ കഴിയും? അങ്ങനെ പറ്റിക്കുകയും ചതിക്കുകയും ചെയ്യുന്നിടത്ത് ആരും വരില്ല, നിലനിൽക്കില്ല എന്നൊക്കെയാണ് പറയുന്നത്. എന്നാൽ എല്ലാവരും എൻ്റെ അരികിൽ വരുന്നുണ്ട്, എന്നോട് കൂട്ടുകൂടുന്നുണ്ട് എന്നൊക്കെയാണ് തമ്പുരു പറഞ്ഞു വെക്കുന്നത്. ഒക്കെ മോളെ തമ്പുരു. ഇനി നല്ല സ്വരമല്ലേ തമ്പുരുവിൻ്റെ?